അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് ദൈവകൃപ കരകവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യവും ശക്തിയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വലതേരുടെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പല അസ്വസ്ഥതകളുണ്ട്, ചില ഭാരങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ചില അസ്വസ്ഥതകളുണ്ട്. ഇവയെല്ലാമുള്ള സാധാരണ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പല ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവം ഈ രാത്രിയിൽ നിന്നെ മാറ്റി നിർത്തി അവൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 10:10 വചനം പറയുന്നില്ലേ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജീവന്റെ സമൃദ്ധിയിലേക്ക് ദൈവം ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവ കരങ്ങളിൽ നിന്ന് ഈ രാത്രി കാല ശുശ്രൂഷ ഏറ്റെടുത്ത് വലതെഴുതെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടായിക്കൊള്ളട്ടെ, ദൈവത്തിനൊരൊറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും മാറ്റുവാൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും മാറ്റിമറിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം 11 നമ്മൾ കാണുന്നുണ്ട്. മരിച്ച് 4 നാളായ ലാസറിന്റെ മുമ്പിൽ വന്ന് കുടീരത്തിന്റെ മുമ്പിൽ നിന്ന് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവനില്ലാത്തവൻ ജീവനുള്ളവനായി മാറി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വീണ്ടും വായിക്കുകയാണ്. അന്ധയാചകൻ വഴിയിലിരുന്ന് കരയുക. അവൻ്റെ കരച്ചില് അവന് കാഴ്ച നഷ്ടപ്പെട്ടു. കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണം. യേശു പറഞ്ഞു, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ദൈവത്തിന് അധിക സമയം വേണ്ട നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, നിന്റെ പ്രതിസന്ധിയിൽ ഇടപെടുവാൻ. നിന്റെ ദൈവത്തിന് അധിക സമയം വേണ്ട. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രിയ സഹോദര സഹോദരി, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുക. ദൈവം നിന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരാൻ പോകുക. ഒരുപക്ഷെ വലിയ പ്രതിസന്ധികൾ, മാനുഷികമായിട്ട് യാതൊരു പരിഹാരമില്ലാത്ത ചില പ്രതിസന്ധികൾ, ചില രോഗങ്ങളുടെ അവസ്ഥകൾ, ചില തകർച്ചകൾ, ചില പരാജയങ്ങൾ, ചില കടഭാരങ്ങൾ, ചില കുടുംബ തകർച്ചകൾ, മക്കളെക്കുറിച്ചുള്ള വ്യസനം, അല്ലെങ്കിൽ ജോലി തടസ്സങ്ങൾ, ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ മനസ്സ് തളർന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പറയാണ്, ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി നിന്റെ ജീവിതത്തിൻ്റെ സകല അവസ്ഥകളെയും മാറ്റുവാൻ. വലതേരെടുത്തെന്ന് പറയാമോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവനുണ്ടാവാൻ. ജീവന്റെ സമൃദ്ധിയിലേക്ക് യേശു നമ്മളെ കൊണ്ടുപോകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ രാത്രി ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. യാക്കോബ് 4:8 വചനം പറയാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്റെ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ്. നിന്റെ അനുഗ്രഹം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, സാഹചര്യങ്ങളിലല്ല. നിന്റെ അനുഗ്രഹം വരുന്നത് നിന്റെ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ എന്നോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും. വലതെഴുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവ തിരുമുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. ഈ പ്രാർത്ഥനയുടെ ആരംഭ നിമിഷങ്ങളിൽ തന്നെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ദൈവത്തിൻ്റെ ശക്തി നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, നാനാവിധത്തിലുള്ള പ്രതിസന്ധികളുടെ മേൽ ദൈവം ഇറങ്ങി വരുന്ന സമയം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? സാധ്യമാകുന്നവരെല്ലാം കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് ഒരു നിമിഷം ശാന്തതയിൽ കർത്താവിൻ്റെ തിരുമുഖം കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഒന്ന് ശാന്തതയിൽ ഒന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിനൊരൊറ്റ നിമിഷം മതി നിന്റെ അവസ്ഥയെ മാറ്റിമറിക്കുവാൻ.
ഒരു നിമിഷം മതി പ്രിയ സഹോദര, ഒരു നിമിഷം മതി പ്രിയ സഹോദരി, ദൈവത്തിന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത വിധം നിന്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. നിന്റെ പ്രതിസന്ധി ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ, പ്രപഞ്ച ശക്തികളെ ശാന്തമാക്കുക ഒരു വാക്കുകൊണ്ട് അവനെ അടക്കിയവൻ. അവൻ്റെ ശക്തിയെ നീ തിരിച്ചറിയുക, അവൻ്റെ ശക്തിയെ തിരിച്ചറിയുക. ആ കർത്താവാണ് നിന്നെ സഹായിക്കുവാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നത്. 2 കരമൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക. 2 കരമൊന്ന് ഉയർത്തിക്കുക. 2 കരമൊന്ന് ഉയർത്തുമ്പോൾ ഈ കരത്തിൽ നാളുകളായി ഉയർത്തിയ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഒരു നൊമ്പരത്തിൻ്റെ നെഞ്ചുറക്കമുണ്ടോ നിന്റെ ഹൃദയത്തിൽ? ഒന്ന് ദൈവത്തിന് കൊടുത്തേ. കണ്ണിൻ്റെ കോണുകളിൽ നനവ് പടരുന്നുണ്ടോ? അതൊക്കെ ഒന്ന് ഈശോയ്ക്ക് കൊടുത്തേ. പ്രിയപ്പെട്ടവരെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, നിന്റെ പ്രതിസന്ധിയെ ഓർത്ത്, രോഗത്തെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ടല്ലോ, നീ തളർന്നു പോയിട്ടില്ലേ? എല്ലാം ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നീ പല പ്രാവശ്യം പരിശ്രമിച്ച് വിജയം നേടാത്ത ഒത്തിരി പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ചില നിരന്തര പരാജയങ്ങൾ നിന്റെ കുടുംബത്തിൻ്റെ മേൽ മഴ പോലെ പെയ്തുറങ്ങുന്നുണ്ടാകാം. എന്നാൽ ഇതാ നിന്റെ അവസ്ഥ മാറ്റുവാൻ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. യേശു നിന്റെ അവസ്ഥയെ മാറ്റുന്ന ദൈവമാ, നിന്നെ മാറ്റിമറിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം സമർപ്പിച്ച് ആദരം തുറന്ന് യേശുവിനെ ഒന്ന് ആരാധിക്കാമോ? യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്ക 5:16-17 വചനം പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ പ്രിയമുള്ളവരെ, സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കാൻ ഈശോ ആഗ്രഹിക്കുക. നമ്മുടെ ഭാരങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ദൈവം ഏറ്റെടുത്ത ദൈവം നമ്മോട് ആവശ്യപ്പെടുക, നീ കർത്താവിൻ്റെ മുമ്പിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കർത്താവിൽ നമുക്ക് വീണ്ടും ആനന്ദിക്കുക, സന്തോഷിക്കുക. കരങ്ങളൊക്കെ ഒന്ന് താളത്തിലടിച്ച് നമുക്കറിയാവുന്ന ഗാനമൊക്കെയാ എല്ലാവരും ഒന്ന് ചേർന്ന് പാടി ആരാധിക്കും. തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. കരങ്ങളൊന്നടിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് നമ്മളൊരു കൂട്ടായ്മയായിട്ട് ഈശോയെ ആരാധിക്കുക. കാരണം നമ്മുടെ പാപത്തിൽ നിന്ന് അവനാ നമ്മളെ രക്ഷിച്ചത്, ശാപത്തിൽ നമ്മളെ വിടുവിച്ച ദൈവം.
ഇന്ന് അനുഗ്രഹത്തിന്റെ ഒരു ജീവിതം നാം ജപിക്കുന്നുണ്ടെങ്കിൽ അതിന് യേശു കൊടുത്തൊരു വിലയുണ്ട് അതിന്റെ പിറകില്. എൻ്റെ പാപവും ശാപവും നീക്കി നമ്മെ വീണ്ടെടുത്ത കർത്താവ്, ആ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ തന്നെ, ഹൃദയത്തിലൊരു സന്തോഷത്തോടെ, ആനന്ദത്തോടെ നമുക്ക് വീണ്ടും പാടി ആരാധിക്കാം. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പരമരക്ഷകൻ തൻ തിരുനീളം ചൊരിഞ്ഞു, പരമരക്ഷകൻ തൻ തിരുനീളം ചൊരിഞ്ഞു. പാപിയാം എന്നെയും വീണ്ടെടുത്തു, പാപിയാം എന്നെയും വീണ്ടെടുത്തു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ആമേൻ ആമേൻ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. കരങ്ങളൊന്ന് ഇരുവശങ്ങളിലേക്കൊന്ന് അടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരങ്ങളൊന്ന് അടിച്ച് പരിശുദ്ധാത്മാവിനോടൊന്ന് സഹകരിച്ച് ഈ കൂട്ടായ്മ നമ്മൾ വീണ്ടും ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ സങ്കടങ്ങളിലും ഭയങ്ങളിലും നിരാശയിലൊക്കെ കൈപിടിച്ചൊരു ദൈവം, ഭയപ്പെടണ്ട എന്ന് അരുളി ചെയ്യുന്ന ദൈവം, അവൻ്റെ സാന്നിധ്യം നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാവലും കരുതലുമായി നിന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ സാന്നിധ്യം വീണ്ടും ഒന്ന് അനുഭവിച്ച് നമുക്ക് കരമടിച്ച് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. ശോധന നേരിടുമ്പോ, സ്നേഹിതൻ മാറിടുമ്പോ, ശോധന നേരിടുമ്പോൾ, സ്നേഹിതർ മാറിടുമ്പോൾ, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി, ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി. തിരുക്കരത്താൽ അവൻ താങ്ങി നടത്തും, തിരുക്കരത്താൽ അവൻ താങ്ങി നടത്തും. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ആമേൻ ആമേൻ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. വീണ്ടും കരമടിക്കാം, ശക്തമായി കരമടിക്കാം. ഈ സന്തോഷത്തിന് കാരണം യേശുവാണ്. ലോകത്തിനെടുത്തു നീക്കാൻ പറ്റാത്ത വിധം ഒരാനന്ദം തന്നവനാണ് അവിടുന്ന്. അവൻ നൽകുന്ന ആനന്ദം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആർക്കും എടുത്തു നീക്കാൻ പറ്റില്ല. ആ സന്തോഷം നമ്മളിൽ ഇപ്പോഴുമുണ്ട്, ആ ആനന്ദം നമ്മുടെ ഉള്ളിലുണ്ട്. ആനന്ദത്തിന് കാരണമായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാം. നമുക്ക് വീണ്ടും പാടി ആ സാന്നിധ്യത്തെ ഓർമ്മപ്പെടുത്തി നമുക്ക് വീണ്ടും പാടി ആരാധിക്കാം. ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം, ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം, ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആരും തരാത്ത വിധം ആനന്ദം ആനന്ദം തൻ സവിധം. അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ, അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ. അപഹരിക്കാവില്ല അനുഗ്രഹങ്ങൾ, അപഹരിക്കാവില്ല അനുഗ്രഹങ്ങൾ. ആമേൻ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ഹല്ലേലൂയ, സന്തോഷം
സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. കൂടി പാടുന്നു. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ വന്നല്ലോ. സന്താപം തീർന്നല്ലോ, സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മറ്റും രക്ഷിച്ചു, സന്തോഷം എന്നിൽ തന്നല്ലോ. ഹല്ലേലൂയ. കരമുയർത്തി ആരാധിക്കാം. എന്റെ ആനന്ദത്തിന്റെ ഉറവിടമായ യേശുവേ, ലോകം നൽകാത്ത സന്തോഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനേ, എന്റെ യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ആരാധിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവിക ആനന്ദത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹൃദയങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനെ, ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്നവനെ, ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്ന ദൈവമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഈശോ ഈശോയേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിറയട്ടെ കർത്താവേ. ഓരോ ഹൃദയങ്ങളിലും ദൈവിക ആനന്ദം നിറയട്ടെ. ഭാരങ്ങൾ നീങ്ങിപ്പോട്ടെ, അസ്വസ്ഥതകൾ മാറിപ്പോട്ടെ, ദുഃഖ നിരാശ പീഡകൾ വിട്ടുപോട്ടെ, ഉറപ്പിന്റെ വിദ്വേഷത്തിന്റെ കെട്ടുകൾ അടിയട്ടെ, അടിമത്തത്തിന്റെ മുഖങ്ങൾ തകർന്നു വീഴട്ടെ, ആത്മാവ് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൽ ആനന്ദിക്കട്ടെ, കുടുംബങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കട്ടെ, കുടുംബാന്തരീക്ഷത്തിലുള്ള വലിഞ്ഞു മുറുകിയ അവസ്ഥകൾ മാറട്ടെ, ദൈവത്തിന്റെ സ്നേഹത്തോടെ ചലിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവോടെ വ്യാപരിക്കട്ടെ, ദൈവിക ആനന്ദം നിറയട്ടെ, സ്നേഹത്തിൽ കരങ്ങൾ കോർക്കട്ടെ, സ്നേഹത്തിൽ ഹൃദയങ്ങൾ ചേരട്ടെ, സ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, സമാധാനവും സന്തോഷവും ഭവനങ്ങളിൽ നിറയട്ടെ. ഇതിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും യേശു നാമത്തിൽ നീങ്ങിപ്പോട്ടെ, യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അടിയട്ടെ, അന്ധകാരങ്ങൾ വിട്ടൊഴിയട്ടെ, അന്ധകാരങ്ങൾ വിട്ടൊഴിയട്ടെ, സന്തോഷം കെടുത്തിക്കളയുന്ന പാപ ദുർവാസനകൾ ജഡിക വാസനകൾ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഈശോയേ, ഈശോ ഈശോയേ, എന്റെ ഈശോ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളൊന്നടച്ച് ഈശോടത്തില്ലേ, ഈശോടത്തില്ലേ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം. സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാം, ഈശോയുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാം. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം, വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. യേശുവേ, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ, നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ
പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. ഈശോയോട് സ്നേഹപൂർവ്വം പറയാം, പാട്ടുകൾ പോര കർത്താവേ അങ്ങേ പാടി ആരാധിക്കുവാൻ. ആയുസ്സും പോരല്ലോ ദൈവമേ അങ്ങേ ആരാധിക്കാൻ. അതിനുമേൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അതിനുപരിയായിട്ടുള്ള കൃപകളും നന്മകളും പ്രാപിച്ച ജീവിതങ്ങളാണല്ലോ ഞങ്ങളുടേത്. നന്ദിയോടെ നമുക്ക് പറയാം. പാട്ടുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. പാട്ടുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹവും പോരാ. യേശുവേ നിന്നെ വർണ്ണിപ്പാൻ എൻ്റെ ചിന്തകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. ചേർന്ന് പാടാം. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തി വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. രണ്ട് കരമുയർത്തി, രണ്ട് കരമുയർത്തി ഒരിക്കൽ കൂടി സ്നേഹവാനായ യേശുവിനെ, സ്നേഹവാനായ കർത്താവിനെ, ആരും ഇന്നോളം നിന്നെ സ്നേഹിക്കാത്ത വിധം നിന്നെ സ്നേഹിച്ച കർത്താവിനെ, ആ കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്നേഹമോർക്കുമ്പോ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനേ. നന്ദി അല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവിൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവിൽ ചൊല്ലിടുവാനാ. കാൽവരി സ്നേഹം സ്നേഹമോർക്കുമ്പോൾ കണ്ണിൽ നിറയും എൻ്റെ പ്രിയനേ. അല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാമം ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ
സ്നേഹമോർക്കുമ്പോൾ ആമേൻ. വൻ കൃപകളോർക്കുമ്പോൾ സോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആമേൻ. ആ സ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. വിളിക്കാം യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരമുയർത്തി എന്ന് വിളിക്കാമോ? യേശുവേ, 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 യേശുവേ. ആരാധന യേശുവേ, അമ്മ മറന്നാലും നിന്നെ മറക്കാത്ത ദൈവം നിന്റെ പേരുള്ളം കയ്യിൽ രേഖപ്പെടുത്തി ഓരോ നിമിഷവും ഉള്ളം കയ്യിലുള്ള നിന്റെ പേര് നോക്കി നിന്നെ ഓർമ്മിച്ച് അനുഗ്രഹിക്കുന്ന നിന്റെ നല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂടാരത്തിലാണ് നീ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓ കർത്താവിന് നന്ദി പറഞ്ഞേ. എന്നെ നിരന്തരം ഓർക്കുന്നൊരു ദൈവം, നിരന്തരം എൻ്റെ കൂടെയുള്ള ദൈവം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഈശോയ്ക്ക് നന്ദി പറയും. ഈശോ നന്ദി ഈശോയെ, നീ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, നീ എൻ്റെ മുഖം കാണുന്നുണ്ടല്ലോ, എൻ്റെ പേരെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ടല്ലോ കർത്താവേ. നീ എന്നെ നിരന്തരം ഓർമ്മിക്കുന്നല്ലോ, നീ എന്നെ ഓർക്കുന്നു. നീ എൻ്റെ എല്ലാ വിഷയവും അറിയുന്നുണ്ട് ഈശോ. എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, എൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ അറിയുന്നുണ്ട്, തകർച്ചകൾ അറിയുന്നുണ്ട്. നന്ദി പറയുന്നു ഈശോ, നന്ദി ഈശോയെ, നന്ദി. ഹല്ലേലൂയ. പലതരൂർത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി സന്തോഷത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമ്മൾ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഇപ്രകാരം ജപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും: അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ. ഈശോ പരിശുദ്ധ മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ് സ്വന്തം ശരീരത്തെ സ്വീകരിച്ചത്. ലോകത്തിൽ യേശുവിനൊരു ശരീരം സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അമ്മയെപ്പോലെ പരിശുദ്ധ ഉള്ളവളായി ഈ ലോകത്തിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മയിൽ നിന്നാണ് യേശു ശരീരം സ്വീകരിച്ചത്. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഒന്ന് ആഗ്രഹിക്കുക, പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ ജീവിതത്തിലും വിശുദ്ധി അതീവ ഗൗരവമായിട്ടെടുക്കുവാൻ അമ്മ വളർത്തിയ പുത്രൻ പരിശുദ്ധനായി മാറി. അമ്മയോട് ചേർന്ന് നിന്ന് യോഹന്നാനും അതേ പരിശുദ്ധിയിലും വിശുദ്ധിയിലും വളർത്തപ്പെട്ടു. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മ നമ്മളെയും ഒന്ന് വളർത്തട്ടെ, നമ്മളെയും പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ ഒന്ന് വളർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ജപമാലയിലേക്ക് പ്രവേശിക്കാം. ജപമാല കരങ്ങളിലെടുത്ത് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര വിയർത്തു എന്ന് ധ്യാനിക്കാം. ഈ ദിവരഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഇവിടെ മുൻപിലിരിക്കുന്ന പ്രെയർ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങളായിരിക്കാം, അല്ലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നൈറ്റ് വിഷനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളായിരിക്കാം. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവ തിരുമുമ്പാകെ സമർപ്പിക്കാം. ഈ രാത്രി കർത്താവ് എല്ലാ നിയോഗങ്ങളുടെ മേലും അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി, ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവരസത്തിലൂടെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സെഷനിൽ നമ്മുടെ എല്ലാ ശാരീരിക രോഗപീഠകളെയും ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ അമ്മ വഴിയായിട്ട് സമർപ്പിക്കാം. നിരന്തരമായിട്ടുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങൾ, വ്യക്തികൾ, ചില കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത മാനസികമായിട്ടുള്ള രോഗങ്ങൾ, അസ്വസ്ഥതകൾ, സംശയ പീഡകൾ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ രോഗക്കിടക്കയിലും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായാധികമുള്ള അനേകർ വ്യത്യസ്തമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പലരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് ഇനി എന്നെ സുഖപ്പെടുത്തുവാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലേ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലാത്ത സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളെല്ലാം ശാരീരിക മാനസികമായിട്ടുള്ള എല്ലാ രോഗപീഠകളെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാമത്തെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. മൂന്നാമത്തെ ദിവ്യരഹസ്യം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. മൂന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തത് മൂലം ജപ്തി ഭീഷണിയിൽ കഴിയുന്ന മക്കൾ, അതുപോലെ രോഗാവസ്ഥകൾക്ക് വേണ്ടി ചികിത്സിച്ച് പണമില്ലാതെ ആയവർ, ഇവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. കൃഷി ചെയ്ത് കൃഷി നശിച്ചു പോയ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, ബിസിനസ് തകർച്ച മൂലം വിഷമിക്കുന്നവർ, ജോലിയില്ലാത്ത മക്കൾ, ഇവരെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. എത്ര അധ്വാനിച്ചിട്ടും ഫലം കാണാത്തത് നമ്മുടെ ജീവിതാവസ്ഥകളെല്ലാം ദൈവ തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. കർത്താവ് ഈ രാത്രിയിൽ സാമ്പത്തിക തകർച്ചകളുടെ മേൽ ഇടപെടും, നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ വീര്യപ്രവൃത്തികൾ ഈ ഒരു മേഖലയിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്വർഗത്തിൻ്റെ ഭണ്ഡാകാരം നമ്മുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ കർത്താവ് തുറന്നു തരും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങളെല്ലാം ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചോദിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ശാന്തമായിരിക്കാം. നാലാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് ഏറ്റവും അധികവും അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തുള്ളിന്മേൽ ഭാരമേറിയ കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാൽവരിയിലേക്കുള്ള ഭാരമേറിയ കുരിശും കൊണ്ടുള്ള യാത്രയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ നിയോഗത്തിൽ, ഈ സ്റ്റേഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നത് പല വിധത്തിലുള്ള കുരുക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അനേക വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഒരു വിധത്തിലും ഭൗതികമോ ആത്മീയമായിട്ടുള്ള ഉയർച്ച പ്രാപിക്കാൻ പറ്റാത്ത വിധം, ഒരുപക്ഷെ അതിൻ്റെ കാരണങ്ങൾ പോലും അറിയാത്ത വിധം വർഷങ്ങളായിട്ടുള്ള അടിമത്തത്തിൻ്റെ നുകങ്ങൾ പേറുന്ന ചില ജീവിതങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെയുള്ളവർ തങ്ങളുടെ നിയോഗം ഈ സ്റ്റേഷനിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കും. മക്കളുടെ പുരോഗതിക്ക്, ഭൗതിക മേഖലയിലുള്ള ഉയർച്ചയ്ക്ക്, ആത്മീയ മേഖലയിലുള്ള ഉയർച്ചയ്ക്ക് വിഘാതം നിൽക്കുന്ന ചില തടസ്സ ശക്തികൾ, ഒരുപക്ഷെ ചില അന്ധകാരത്തിൻ്റെ ഭാരമായിരിക്കാം. കാരണം കണ്ടെത്താൻ പറ്റാത്ത വിധത്തിലുള്ള തകർച്ചകളും അസ്വസ്ഥതകളും പരിശുദ്ധ അമ്മ ഈ മേഖലയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അമ്മ വന്ന് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള ഇപ്രകാരമുള്ള എല്ലാ കുരുക്കുകളും ഈ രാത്രിയിൽ അഴിക്കണം. തടസ്സങ്ങൾ മാറണം. ദൈവജനം പുരോഗതി പ്രാപിക്കണം. ഉയർച്ചയുണ്ടാവണം. അതിനുവേണ്ടി അമ്മയോട് ചേർന്ന് ഈ രഹസ്യം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിതാ ഞങ്ങൾക്ക് നിന്നീത കീഴും നമ്മേ. ചേർന്ന പടമോ അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവായ യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ തിരുസഭയെ പൂർണ്ണമായും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മാർപ്പാപ്പയെയും മെത്രാന്മാരെയും കർദിനാൾമാരെയും വൈദികരെയും സന്യസ്തരെയും സഭാമക്കളെല്ലാവരെയും ദൈവകരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. എല്ലാവിധത്തിലും സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, സഭയിൽ വലിയ സ്നേഹവും സമാധാനവും സന്തോഷവും ഐക്യവും നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം.
വിശ്വാസ വർധനവ് സഭയിൽ നിലനിൽക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭയുടെ എല്ലാവിധ പ്രവർത്തന മേഖലകളിലും കർത്താവിൻ്റെ വലിയ കൃപ കടന്നു വരുവാൻ, വലിയ അഭിഷേകം കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവിധത്തിലും സഭയും സഭാമക്കളും തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ, തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങളുടെ വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരെ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റപ്പായിലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ
അതിപാവനമാത്രീത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. കന്യാമേരി വിമലാംബേ ദൈവകുമാരനു മാതാവേ രക്ഷകനൂഴിയിലംബികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. നിതരാം നിർമ്മല മാതാവേ കരയില്ലാത്തൊരു കന്യകയെ നേർവഴി കാട്ടും ദീപശിഖേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. നിത്യമഹോന്നത കന്യകയെ വിവേകമതിയാം കന്യകയെ വിശ്രുതയാം സുരകന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിശ്വാസത്തിൻ നിറകുടമേ കാരുണ്യത്തിൻ നിലയനമേ നീതി വിളങ്ങും ദർപ്പണമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വിജ്ഞാനത്തിൻ വേദികയെ മാനവരുത്സവദായികയെ ദൈവികമാം പനിനീർ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലർകാലത്തിൻ താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. രോഗമേന്നവനാരോഗ്യം പകരും കരുണാസാഗരമേ പാപിക്കവനിലാശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കേഴുന്നോർക്കു നിരന്തരമായി സാന്ത്വനമരുളും മാതാവേ ക്രിസ്തുജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. മാനവനിരയുടെ രാജ്ഞി ഭാവാന്മാരുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. കന്യകമാരുടെ രാജ്ഞി വന്ദകനിരയുടെ രാജ്ഞി രക്താംഗിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ. ഞങ്ങളിൽ കനിയേണമേ.
ശാന്തമായിട്ടിരിക്കാം.